നമ്മുടെ ഒരു ധാരണ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പേരെടുത്തയാൾ പ്രവചിച്ചത് ആക്യുറേറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രോഗശാന്തിക്കാരൻ ഒരു അത്ഭുതകരമായ രോഗശാന്തി നടത്തി കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ദൈവത്താലുള്ള രോഗശാന്തിക്കാരൻ, ദൈവത്താലുള്ള പ്രവാചകൻ. ഒരിക്കലും അങ്ങനെ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബൈബിളിക്കലി അത് റോങ് ആണ്. കാരണം പ്രവചനം എല്ലാ മതങ്ങൾക്കകത്തും ഉണ്ട്. ഈ രോഗശാന്തി പോലുള്ള കാര്യം എല്ലാ മതത്തിനകത്തും ഉണ്ട്. എന്നാൽ ക്രിസ്തുവേശുവിലുള്ള സൗഖ്യവും പ്രവചനവും എല്ലാം ഉളവായി വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആത്മാവ് ഹോളിയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇതൊരു മനുഷ്യന്റെ മേൽ വന്നാൽ അവനെ സകല സത്യത്തിലും ഈ ആത്മാവ് വഴി നടത്തും. ഈ ആത്മാവുള്ളവന്റെ പ്രവൃത്തി മുഴുവനും സത്യത്തിലായിരിക്കും. ഈ മനുഷ്യന്റെ ലൈഫിനകം മുഴുവനും സത്യം നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത് ഫാൾസ് പ്രൊഫറ്റ് അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വിചാരം അത് പ്രവചിച്ചത് നടക്കാതെ പോകുന്ന അല്ലെങ്കിൽ കള്ളത്തരം പ്രവചിച്ചതാണ് കള്ളപ്രവാചകൻ എന്നാണ് ഒരു വിഭാഗം ധരിച്ചിരിക്കുന്നത്. അതൊരു സൈഡ് മാത്രമാണ്. കള്ളം പ്രവചിക്കുന്നവനല്ല, അല്ലെ പ്രവചിച്ചിട്ട് നടക്കാതെ പോകുന്നവൻ മാത്രമല്ല കള്ളപ്രവാചകൻ. ആക്യുറേറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യം വ്യക്തമായി പ്രവചിക്കുകയും നടത്തുകയും ചെയ്യുന്നവൻ, അതിനകത്ത് കള്ളപ്രവാചകൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ പ്രവൃത്തിയിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. മത്തായി 24 പറയുന്നത്, കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങളും ചെയ്യും. അവരത് ചെയ്യും, അവർക്കത് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ തിരിച്ചറിയാൻ കഴിയും? ഒരൊറ്റ കാര്യമുള്ളൂ, അവന്റെ ക്യാരക്ടർ, അവന്റെ ജീവിതം. ഈ മത്തായി 7:15-16 പറയുന്ന ഒരു ഭാഗമാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളും. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. അവന്റെ സ്വഭാവമാണ് വിഷയം. അവൻ പൂച്ചക്കുട്ടിയെ പോലെ ആടിനെ പോലെയൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവന്റെ അകത്തുള്ള ഈ ചെന്നായി പുറത്തു വരും. അതുകൊണ്ടാണ് ഈ പല പ്രവാചകന്മാരുടെ, കേരളത്തിലുള്ള പല പ്രവാചകന്മാരുടെ കൂടെ ഒരുമിച്ച് നിന്നവർ പലരും ഓടി അകലുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ്. അവർക്കറിയാം, അവർക്ക് മനസ്സിലായി ഈ സ്റ്റേജിലെ ആളല്ല, ഇവന്റെ പുറകിൽ മറ്റൊരു ആളുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തിക്ക് 13-ാം അധ്യായത്തിൽ അവരോട് കള്ളപ്രവാചകനെ പറ്റി പറയുന്നു. ഈ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ വഴിയെ പോകുന്ന ഒരാളെ നമുക്ക് അത് പോകുന്ന ആൾ കള്ളപ്രവാചകനാണ് കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യാജ ഡോക്ടറെ പിടിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരാള് വ്യാജമായി അവൻ ചികിത്സ തുടങ്ങി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ എന്തെങ്കിലും പാവപ്പഴ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നി അന്വേഷിക്കുമ്പോഴാണ്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് അവൻ ചികിത്സ തുടങ്ങിയത്. അവനെ പിടിക്കുമ്പോഴാണ് പറയുന്നത് ഇവൻ കള്ള ഡോക്ടറാണ്. അവൻ ആ ജോലി ചെയ്തപ്പോഴാണ് അവനെ കള്ള ഡോക്ടർ എന്ന പേര് വീണത്. അതുപോലെ പ്രവാചകൻ പ്രവചിക്കുന്നവനായിരിക്കും, അവൻ പ്രവചനമൊക്കെ ആക്യുറേറ്റ് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ അവനെ കള്ളപ്രവാചകൻ എന്ന് പൗലോസ് വിളിക്കുക. ആ ദേശത്തിലെ ഒരു ഭരണാധികാരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന മനുഷ്യനെയാണ്. എന്താണ് അവനിൽ കള്ളത്തരം പൗലോസ് കണ്ടത്? ആ കണ്ട കാഴ്ച അത് പുറമേ അല്ലാതെ അവനിലുള്ള അകമയുള്ള നിഗൂഢ മനുഷ്യനാണ്. അതുകൊണ്ട് പൗലോസ് അവനെ വിളിച്ചത് ഇങ്ങനെയാണ്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ അനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? ഇതാണ് അവന്റെ ക്യാരക്ടർ, ഇവന്റെ സ്വഭാവത്തിലെ ആ വൈകൃതം കണ്ടോ? ഇവൻ സാത്താന്റെ ഏജന്റായിരിക്കും. ഇവൻ ഒരിക്കലും ദൈവത്തിലേക്കും വിശുദ്ധിയിലേക്കും അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടിയോ അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളിലേക്ക് ഇവൻ ഫോക്കസ് ചെയ്യത്തില്ല.
ഇവൻ ഈ വേൾഡിലുള്ള കാര്യത്തിലെയും അല്ലെങ്കിൽ ഇവന്റെ ഈ ഗിഫ്റ്റിനെയും അല്ലെങ്കിൽ ഈ ഒരു 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 ഖാൻ എന്ന ആ ഒരു സംഭവത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇതിനകത്ത് അവസാനം വരുന്ന ഈ ഡയറക്റ്റ് കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഡയറക്റ്റ് ഏജന്റുമാരെന്ന് പറഞ്ഞാൽ അവര് ഈ ദൈവത്തിൽ നിന്ന് തന്നെ പതുക്കെ ഡൈവേർട്ട് ചെയ്ത് ജനത്തെ അകറ്റി മാറ്റും. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളോടും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം തലമുറയുണ്ട്. അവരിത് എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ അതിന്റെ പുറകെ അങ്ങ് ഫോളോ ചെയ്യാം. പക്ഷെ അവരുടെ ലക്ഷ്യം, അവർക്ക് യേശു ഇന്ന് ജീവിക്കുന്നു, യേശു അന്ന് ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്ന് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരെ കാണുമ്പോൾ ഉള്ള ആ ഒരു സ്നേഹമൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു തലമുറ ഇതിന്റെ പിറകെ ഓടുന്നത്. നിങ്ങളെ പോലെ ഓടി വരാം. 2013, 15, 16 ഇങ്ങനെ കാലഘട്ടങ്ങളിലൊക്കെ വലിയ പ്രവാചകന്മാരും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നവരൊക്കെ എഴുന്നേറ്റപ്പോൾ നമ്മളത് വിശ്വസിച്ച് അങ്ങ് പിറകെ ഓടി. അന്ന് ഉണ്ടായിരുന്ന മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു ഇതൊക്കെ വ്യാജമാണ്, ഇവനൊക്കെ കള്ളന്മാരാണ്, കേട്ടില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് തെളിഞ്ഞു. അപ്പോ ഈ ഒരു തലമുറ, നിങ്ങൾ ഈ വ്യാജന്മാരുടെ അടുത്ത് പോകരുത്. പോയി കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മേൽ ഇവരുടെ ഇമ്പാർട്ടേഷൻ വരുമ്പോൾ ഈ സകല അനീതിയുള്ള ലൈഫ് നിങ്ങളുടെ മേലും വരും. നിങ്ങൾ ദൈവത്താൽ ആഗ്രഹിക്കപ്പെട്ട നിയോഗങ്ങളിലേക്ക് എത്തുവാൻ കാലതാമസങ്ങൾ എടുക്കും. ദൈവീ സത്യത്തിന് വേണ്ടി നിൽക്കുക, കർത്താവിന്റെ വിശ്വസ്തദാസന്മാരായിരിക്കുക.